നമസ്കാരം. അടിക്കടി തിരിച്ചടിക്ക് പ്രത്യാക്രമണം. അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച് ഇറാൻ ആഞ്ഞടിക്കുകയാണ്. ഇറാനെ തകർത്തെന്ന് ലോകത്തോട് വീമ്പ് പറഞ്ഞ് ട്രംപിന് ലഭിച്ചത് കനത്ത പ്രഹരം. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയോടെ ഇറാൻ തൊടുത്തുവിടുന്ന തീമഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഗൾഫ് നാടുകൾ. വൻ ശക്തികൾ കൊമ്പുകോർക്കുമ്പോൾ ലോകം എങ്ങോട്ടാണ് നീങ്ങുന്നത്? കുവൈറ്റിൽ ഇറാൻ തീമഴ പെയ്ച്ചിരിക്കുന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ അവസാനം പുറത്തു വരുന്നത്. ഇറാന് നേരത്തെ അമേരിക്ക വളരെ കനത്ത ആക്രമണമാണ് നടത്തിയത്. അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ഒരു ചൈനീസ് കമ്പനിക്ക് നേരെ വലിയ വ്യോമാക്രമണം ഉണ്ടായി. ഭയാനകരമായിട്ടുള്ള ഈ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കമ്പനിയുടെ കൂറ്റൻ കെട്ടിടം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി എന്നുള്ള വാർത്തയും പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. ഇതൊരു യാദൃശ്ചിക സംഭവമൊന്നുമല്ല. ഇന്നലെ അമേരിക്ക ഇറാനിലും ഇറാഖിലുമുള്ള പ്രധാന സൈനിക താവളങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിനുള്ള കൃത്യമായിട്ടുള്ള നേരിട്ടുള്ള ഒരു മറുപടിയാണ് ഇറാൻ ഈ തിരിച്ചടിയിലൂടെ നൽകിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി ഞങ്ങൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു, ഇനി ഇറാന് എഴുന്നേക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നതാണ് നേരത്തെ. എന്നാൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല. എത്ര കാലം വേണമെങ്കിലും ഇറാൻ അടിച്ചു നിൽക്കാൻ പറ്റും, ഇറാനെ തൊടാൻ പറ്റില്ല എന്ന ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയാണ് ലോകത്തിന് മുന്നിൽ ഇറാൻ ഇപ്പോൾ തിരിച്ചറിയിച്ചു കൊടുത്തിരിക്കുന്നത്. ഇറാൻ ഇപ്പോഴും അതീവ ശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടിക്കടി തിരിച്ചടിക്ക് പ്രത്യാക്രമണം എന്ന ഒരു രീതി നമുക്കറിയാമല്ലോ. നേരത്തെ ഇറാനിലേക്ക് ഒരു മിസൈൽ വന്നാൽ അതുപോലെ 1-2 തിരിച്ച് അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് കൊടുക്കും. അതായിരുന്നു ഇറാന്റെ നേരത്തെയുള്ള ശൈലി. എന്നാൽ ഇപ്പോൾ ശൈലിയൊക്കെ മാറി. അടിക്കടി ഓക്കെ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചടിക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യാക്രമണമാണ്. അങ്ങോട്ട് പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. പിന്നെ ഇറാൻ തീരുമാനിക്കണം എപ്പോൾ നിർത്തണം എന്നുള്ളത്. ആ നിലയിൽ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോണത്. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം വേറൊന്നാ, ഈ സംഘർഷം വെറും ഒരു ഇറാൻ യുദ്ധമായി അല്ലെങ്കിൽ ഒരു US ഇറാൻ യുദ്ധമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോണത് എന്നാണ്. ഒരു വലിയ പ്രാദേശിക യുദ്ധമായിട്ട് ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളർന്ന് ഒടുവിലൊരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ എത്തിച്ചേരുമോ, അതിലേക്ക് വഴിവെക്കാനുള്ള എല്ലാ സാധ്യതകളും സത്യത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേരുമോ എന്നാണ് ഭയപ്പെടുന്നത്. ഒരു വശത്ത് ഇറാൻ ചൈനയുമായിട്ട് പുതിയ കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു. ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളുമെല്ലാം സഹായങ്ങളുമെല്ലാം ഒരു തടസ്സമില്ലാതെ ഇറാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് പശ്ചിമേഷ്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല, പാശ്ചാത്യ മാധ്യമങ്ങൾ, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെല്ലാം പുറമെ റഷ്യയിൽ നിന്നുള്ള സൈനിക സഹായങ്ങൾ, ചൈനയിൽ നിന്ന് കിട്ടുന്ന സഹായത്തിന് പുറമെ റഷ്യയിൽ നിന്നുള്ള എല്ലാ സഹായവും ഇറാന് ഒരു തടസ്സവും ഇല്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇറാൻ പറയുന്നത് ഇനി ഞങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ട് വെക്കില്ല എന്നാണ് വളരെ വ്യക്തമായി അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണത്. മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് ഹൂത്തി വിമതരെ മുൻനിർത്തിക്കൊണ്ട് സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഇറാൻ ശക്തമായ തിരിച്ചടിയും മറുപടിയായിട്ട് അത് വേറെയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോക വ്യാപാരത്തിന്റെ ജീവനാടി ഇപ്പോൾ ഹോർമൂസിന്റെ കാര്യം ഒരു തീരുമാനമായി കിടക്കുകയാണ്. അതോടെ ബാബൽ മന്ദബ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം അത് നടക്കുന്നു. അമേരിക്ക ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയപ്പോൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള അമേരിക്കയെ സഹായിക്കുന്ന, ഇറാനെ അടിക്കാൻ വേണ്ടി അമേരിക്കയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ സംരക്ഷണമുള്ള ജനവാസ കേന്ദ്രങ്ങളെയും വൻകിട ഓയിൽ ഫീൽഡുകളെയും ഒക്കെ തിരിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഇരകള് നമുക്കറിയാമല്ലോ, എല്ലായ്പ്പോഴും സാധാരണക്കാരാണ്. അത് ഏത് രാജ്യത്തായാലും, അതിപ്പോ അമേരിക്കയിലായാലും ഇസ്രായേലിലായാലും ഇറാനിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും, ഏതായാലും ഈ സാധാരണക്കാർ വലിയ ദുരന്തത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോ 3 അംഗ കുടുംബമടക്കം 30-ലധികം സാധാരണക്കാരായിട്ടുള്ള സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൈവിട്ടു പോയതോടെ സ്ഥിതിഗതികൾ വലിയ അപകടത്തിലേക്കാണ്, അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് ട്രംപിന്റെ ഉപദേശകർ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അയാളത് കേൾക്കുമല്ലോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ട്രംപിനെ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഇതിനെ തുടർന്ന് ട്രംപ് 4 ദിവസത്തേക്ക് യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കാനായിട്ട് തീരുമാനിച്ചു, നിർബന്ധിതമായി എന്ന് പറയുന്നുണ്ട്. അത് അമേരിക്കയുടെ ഒരു രീതിയാണ്. അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ കഴിയാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നേരിടുമ്പോഴോ ഉടനെ ഒരു സമാധാന കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ യുദ്ധം നിർത്തുന്നു എന്ന് പറയും, താൽക്കാലിക വെടിനിർത്തൽ എന്നൊക്കെ പറയും.
ഈ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും അത് കേട്ട് നിർത്തും. അതാണ് സാധാരണ വരല്. കാരണം 4 ദിവസമെങ്കിൽ 4 ദിവസം യുദ്ധം ചെയ്യണ്ടല്ലോ എന്നാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ ഇറാൻ നേരെ തിരിച്ചാണ്. ഇറാൻ സമാധാന ചർച്ചകളെയൊക്കെ പൂർണ്ണമായി തള്ളിക്കളയാണ് ചെയ്തത്. ഞങ്ങളിപ്പോൾ സമാധാനത്തിനൊന്നും തയ്യാറൊന്നുമല്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമല്ല, ട്രംപിനെ പ്രത്യേകിച്ച് ഒട്ടും വിശ്വാസമില്ല, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കൊണ്ട് ഒപ്പുവയ്ക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ചുട്ടു തിന്നും എന്ന് പറഞ്ഞ ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ തരുമ്പം ബഹുമാനിക്കുന്നുമില്ല, തരുമ്പം അവരെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. ഇനി അവര് ഒരു കാരണവശാലും ഒരു കരാറും കൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതികാരം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നുള്ള കടുത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീമ്പ് പറച്ചിലുമായിട്ട് ട്രംപ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ അതിശക്തമായ ആക്രമണത്തിലൂടെ ഇറാന്റെ ശക്തി ട്രംപിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോർമോസ്, റെഡ് സീ തുടങ്ങിയ പ്രധാന കടൽ മാർഗങ്ങളെല്ലാം ഇപ്പോൾ വലിയ അപകട ഭീഷണിയിലാണ്. സത്യത്തിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണത്. കാര്യം ലോക എണ്ണ വിപണി പൂർണ്ണമായിട്ട് തകരുമോ എന്നുള്ള ഒരു ഭയം ആഗോളതലത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്, പ്രത്യേകിച്ചും മലയാളി പ്രവാസികൾ. നമ്മൾ നല്ലൊരു ഭാഗം ഗൾഫ് മേഖലയിലാണ്. UK അല്ലെങ്കിൽ അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങൾ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രവാസ ലോകം നമ്മുടെ അറബ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാണ് ഉള്ളത്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം ഇന്ത്യക്കാർ, അവർ വലിയ ഭീതിയിലാണ്. ദിനങ്ങൾ തള്ളി നീക്കുന്നത് തന്നെ ആശങ്കയിലാണ്. ലോകം മുഴുവൻ ഇപ്പോൾ വൻ യുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ അത്ര എളുപ്പത്തിൽ തകരില്ല എന്ന് മാത്രമല്ല, എത്ര കാലമാണെങ്കിലും അടിച്ചു നിൽക്കാൻ പറ്റും, ആരെയും പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റും, ഇതിനോടകം വ്യക്തമായി കഴിയുകയും ചെയ്തു. ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ശക്തമായ പിന്തുണ നേടിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടെ അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപിന്റെ എല്ലാ യുദ്ധതന്ത്രങ്ങളും പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഓരോ നിമിഷവും ലോകത്തെ കൂടുതൽ കൂടുതൽ ഭീതിയിലേക്ക് തള്ളിയിടുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാര്യം യുദ്ധം ഇപ്പോൾ പൂർണ്ണമായും ഇറാന്റെ കൈപ്പിടിയിലാണ്. ഇറാൻ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. അതായത് നിങ്ങൾ യുദ്ധം തുടങ്ങി വയ്ക്കും, നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ തുടങ്ങാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതെങ്ങനെ നിർത്തണം, എപ്പോൾ നിർത്തണം എന്നൊക്കെ ഇറാൻ തീരുമാനിക്കും. നിങ്ങളത് കണ്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യം വരുമെന്ന് അന്ന് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് ആരും അത്ര കണ്ട് ഉൾക്കൊണ്ടില്ല. പക്ഷെ ആ ഒരു അവസ്ഥ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കടുത്ത ഭീതിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ. ഗൾഫ് മേഖലയിലെ ഈ ഒരു അനിശ്ചിതത്വം ലോക സമൂഹത്തിന്റെ മൊത്തം ഉറക്കം കെടുത്തുന്നുണ്ട്. ചൈനയും റഷ്യയും ഇറാനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലോട്ടുള്ള ഒരു പോരാട്ടമല്ല. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല, മറിച്ച് ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിട്ട് മാറുകയാണ്. ഇപ്പൊ തന്നെ മാറിക്കഴിഞ്ഞു. അത് വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം മുമ്പ് ഇറാനും ഇസ്രായേലും ആയിരുന്നു ആദ്യം തുടങ്ങിയെങ്കിൽ പിന്നെ അത് അമേരിക്ക ഏറ്റെടുത്തു. ഇപ്പോ ചൈനയും റഷ്യയും അമേരിക്കയും ഇസ്രായേലും അങ്ങനെ ഒരു ചേരിയിലേക്ക്, ആ ഒരു ചേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറാന്റെ പ്രതികാര നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അത് ശരിക്കും ഒരു ചോദ്യചിഹ്നമാണ്. അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. തീയും പുകയും നിറഞ്ഞിട്ടുള്ള ആ പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ ലോകത്തിന് നൽകുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല. നേരത്തെ ഇറാൻ പ്രതിരോധിച്ചാണ് നിന്നിരുന്നതെങ്കിൽ ആ പ്രതിരോധത്തിൽ നിന്ന് മാറി ഇപ്പോൾ ആക്രമണത്തിലേക്ക് ഇറാൻ പൂർണ്ണമായിട്ട് ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. ആര് വെടിനിർത്തി അല്ലെങ്കിൽ ആരെങ്ങോട്ട് പോയി അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രതികാരം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തീർത്തിട്ടേ നിർത്തൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇറാൻ എത്തിക്കഴിയുകയും ചെയ്തു. അതായത് അമേരിക്കയുടെ കണക്ക് കൂട്ടലെല്ലാം തെറ്റി, മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ മുന്നേറ്റം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമാണ്. ഇറാന് മനസ്സിലെത്തിക്കൊണ്ട് അല്ലെങ്കിൽ ട്രംപിന്റെ വഴിക്ക് പോവുകയും ഇറാൻ സ്വയം ഇത് അവസാനിപ്പിക്കാമെന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.